സഖാക്കളാണേ കട്ടത് അയ്യപ്പ എന്ന് ഞങ്ങൾ പറയാൻ കാരണം എന്താ? ഇതിൽ അറസ്റ്റിലായി അകത്ത് കിടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രതികൾ. അത് കുഴപ്പമില്ല കേട്ടോ. എന്റെ പേരിലൊന്ന് കേസ് എടുക്കുവാണെങ്കിൽ സ്വർണം കെട്ടത് ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ, രണ്ട് കേസ് എടുക്കൂ, കുഴപ്പമില്ല. എന്തുകൊണ്ടാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM-നെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നതെന്ന് ഇപ്പോഴും ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. അതിനുള്ള വ്യക്തമായ മറുപടി കേൾക്കാം. സഖാക്കളാണേ കട്ടത് അയ്യപ്പ എന്ന് ഞങ്ങൾ പറയാൻ കാരണം എന്താ? ഇതിൽ അറസ്റ്റിലായി അകത്ത് കിടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രതികൾ. അത് കുഴപ്പമില്ല കേട്ടോ. എന്റെ പേരിലൊന്ന് കേസ് എടുക്കുവാണെങ്കിൽ സ്വർണം കെട്ടത് ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ, രണ്ട് കേസ് എടുക്കൂ, കുഴപ്പമില്ല. എന്തുകൊണ്ട് സഖാക്കളാണെന്ന് പറയുന്നു? അതിന്റെ കാരണം ഒന്ന് ശ്രീ N. വാസു, അയാൾ ജയിലിലാണ്, ഇപ്പോഴും CPM-ന്റെ അംഗമാണ്, CPM-ന്റെ നേതാവാണ്. രണ്ട് പത്മകുമാർ, അയാളും ജയിലിലാണ്, ഇപ്പോഴും CPM-ന്റെ അംഗമാണെന്ന് മാത്രമല്ല അയാൾ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഈ രണ്ടുപേരെയും ഇപ്പോഴും പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് CPM ആണ് എന്ന് പറയുമ്പോൾ സ്വർണം കെട്ടത് ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതിന് പാട്ടിനെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ പത്മകുമാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ്. അപ്പൊ അതിന് മുകളിലുള്ള ആളാണ് ഉന്നതൻ. ആ ഉന്നതൻ ആരാണ്? ഇനി വരാനുള്ളത് ദേവസ്വം മന്ത്രിയാണ്. ആരാണ് ദേവസ്വം മന്ത്രി? അത് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ്. പിന്നീട് കള്ളന് കഞ്ഞി വെച്ച ബോർഡാണ്. ആ ബോർഡിനെ സംരക്ഷിച്ചു നിർത്തിയ വാസവനാണ്. വാസുവിൽ നിന്ന് വാസവനിലേക്കുള്ള ദൂരം അത് കുറച്ചു കൂടുതലായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് തോന്നി എന്നതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി, അതും എന്തുകൊണ്ടാണ് ആ ജഡ്ജിയെ ഇന്ന് കോർണർ ചെയ്ത് ടാർഗറ്റ് ചെയ്തിപ്പോ CPM സംസാരിക്കുന്നത്? ഞാൻ അതിനകത്തോട്ട് വരുന്നില്ല. കാരണം CPM കുറച്ചു ദിവസമായി എങ്ങനെയെങ്കിലും ഇതിനകത്ത് വർഗീയത കലർത്താനാണ് നോക്കുന്നത്. കാരണം ആ പാർട്ടിന്റെ കേസിൽ തന്നെ വർഗീയമായി എങ്ങനെയെങ്കിലും ചിത്രീകരിക്കാൻ നോക്കി. പക്ഷെ ഹൈന്ദവ സമൂഹം ഒന്നാകെ CPM-നെ തള്ളി പറഞ്ഞു. കാരണം എന്താ? ഇത് സ്വർണം കട്ടവരെക്കാൾ വലുതല്ല, സ്വർണത്തെ ആ പാർട്ടിനെ കുറിച്ച് എഴുതിയതെന്ന് ഹൈന്ദവ സമൂഹം മുഴുവൻ വിധി എഴുതിയതുകൊണ്ടാണ് ഇപ്പോൾ ആ ജഡ്ജിയെ, ഇപ്പൊ ഹൈക്കോടതി ജഡ്ജിയെ ടാർഗറ്റ് ചെയ്യുന്നതിന്റെ കാരണവും എങ്ങനെയെങ്കിലും ഇതിനകത്ത് വർഗീയത ചേർക്കുക എന്നുള്ള CPM-ന്റെ തന്ത്രത്തിന് വക. എന്റെ പൊന്ന് ശ്രീ CPM-കാരായ പ്രതിനിധികളെ, നിങ്ങൾ സംഘപരിവാറിനെ തോപ്പിക്കും വർഗീയതയുടെ കാര്യത്തിൽ. നാളെ നാട്ടിൽ വന്ന് ഇങ്ങനെ